വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ സുഗമമാക്കുവാൻ തന്നാലാവത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട ഇസ്കരിയോത്ത യൂദ. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുത്ത യൂദയെയും പ്രഭാത ചിന്തയിൽ പങ്കുചേരുന്ന നമ്മെയും താരതമ്യപ്പെടുത്തി ഒരു പഠനം നമുക്ക് നടത്താം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസം മാളിക മുറിയിൽ കൂടി വന്ന് ഒരേ അപ്പത്തിനും ഒരേ പാനപാത്രത്തിനും അംശികളായി തീർന്ന ഗുരുവും ശിഷ്യന്മാരും പോയത് ഗെത്സമന തോട്ടത്തിലേക്കാണ്. ശിഷ്യന്മാരെ അവിടെ ഇരുത്തി യേശു മുൻപോട്ട് ചെന്ന് പ്രാർത്ഥിച്ചു. രക്തം വിയർപ്പായി ഒഴുകിയ സമയം യേശു പിതാവിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച സന്ദർഭം. പ്രാർത്ഥനയെ തുടർന്ന് തന്നെക്കുറിച്ചുള്ള ദൈവഹിത നിവർത്തിക്കായി എഴുന്നേറ്റ് മുൻപോട്ട് ചെല്ലുന്ന കർത്താവിൻ്റെ മുൻപിൽ പടയാളികളും മതനേതാക്കന്മാരുമായി ഒരു വലിയ കൂട്ടം ജനം യൂദയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. തുടർന്നുള്ള വിവരണം മത്തായി 26:47 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. യൂദ റബി വന്ദനം എന്ന് പറഞ്ഞ് യേശുവിനെ ചുംബിച്ചപ്പോൾ യൂദയോട് യേശു ചോദിച്ചു, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? മത്തായി 26:9. ഈ ചിന്ത പങ്കുവയ്ക്കുന്ന നമ്മെയും സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഈ വചനം ധ്യാനിക്കുന്ന നാം ഓരോരുത്തരുടെയും ഹൃദയവിചാരങ്ങളും വികാരങ്ങളും കർത്താവിനറിയാം. നമ്മുടെ അന്തരംതിരങ്ങളെ അറിയുന്നവനാ നമ്മുടെ ദൈവം. യൂദ എന്തുകൊണ്ട് കർത്താവിനെ ഒറ്റുകൊടുത്തു? ഒന്ന്, മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് യൂദയ്ക്ക് വലിയ പ്രത്യാശയുണ്ടായിരുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാനുള്ള മശിഹ എന്ന് അവൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് യൂദ മനസ്സിലാക്കിയത് അത് ഒരു ലൗകിക രാജ്യം എന്നാണ്. രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഖജാൻജിയായിരിക്കും തനിക്ക് ആ രാജ്യത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടാകും എന്ന് യൂദ ചിന്തിച്ചിരുന്നു. പത്രോസിനും സബദി മക്കൾക്കും ഈ ചിന്തയുണ്ടായിരുന്നു. പത്രോസ് ചോദിച്ചത്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? സബദി മക്കൾ, കർത്താവിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വലതും ഇടതും ഇരിപ്പാൻ വരം വേണം. ഇന്ന് കർത്താവിൻ്റെ പിന്നാലെ വിശ്വാസി നടക്കുന്നതും പദവിക്ക് വേണ്ടിയല്ലേ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ജനം യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ നോക്കി. യോഹന്നാൻ 6:14-15 വാക്യങ്ങൾ. എന്നാൽ യേശു തനിച്ച് മലയിലേക്ക് നടന്നുപോയി. യേശുവിൻ്റെ ഈ പ്രവൃത്തി ശിഷ്യന്മാരെ ദുഃഖിപ്പിച്ചു, പ്രത്യേകിച്ച് യൂദയെ. കർത്താവിന് ഇപ്പോൾ തന്നെ രാജാവാകാമായിരുന്നു, എനിക്ക് ധനകാര്യ മന്ത്രിയുമാകാമായിരുന്നു. യേശുവിൻ്റെ ഈ പ്രവൃത്തി യൂദയിൽ അതൃപ്തിയുണ്ടാക്കി. യൂദയുടെ ഈ മനോഭാവത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരുത്തൻ പിശാചാകുന്നു എന്ന് യേശു പറഞ്ഞത്. യൂദയെപ്പോലെ സ്ഥാനത്തിനും പദവിക്കും വേണ്ടി ആഗ്രഹിച്ച് അത് ലഭിക്കാതെ വരുമ്പോൾ വൈരാഗ്യവും നീരസവും കാണിച്ച് പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനേക വിശ്വാസികൾ ഇന്നുണ്ട്. നമ്മിൽ ഈ അവസ്ഥ ഉടലെടുത്തിട്ടുണ്ടോ? 2, യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽ ഉൾപ്പെട്ടിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെക്കാൾ താൻ ഒട്ടും മോശക്കാരനല്ല, ഞാൻ ഈ കൂട്ടത്തിലെ ഖജാൻജിയാണ്, എന്തുകൊണ്ട് ഈ ഇന്നർ സർക്കിളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് യൂദ ചിന്തിച്ചിരിക്കാം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മറ്റ് ശിഷ്യന്മാരോട് യൂദയ്ക്ക് അസൂയ ഉണ്ടായി. അസൂയ അവനെ കാർന്നു തിന്നു. ഒടുക്കം ശിഷ്യഗണത്തിൽ നിന്നും യൂദ അകന്നു പോകുകയും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന സ്ഥിതിയിൽ എത്തുകയും ചെയ്തു. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിലും അസൂയ മനോഭാവം ഉണ്ടായിട്ടില്ലേ? ആർക്കെങ്കിലും നമ്മേക്കാൾ ഉയർന്ന സ്ഥാനം ലഭിക്കുമ്പോൾ ഈ സ്വഭാവം നമ്മിലും ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ നാം യൂദയേക്കാൾ ഒട്ടും മോശക്കാരല്ല. 3, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ദിനവും കണ്ടിരുന്ന യൂദയിൽ തെറ്റായ ഒരു മനോഭാവം ഉണ്ടായി എന്ന് ചിന്തിക്കാം. ഞാൻ കർത്താവിനെ കാണിച്ചു കൊടുത്താലും പടയാളികളുടെ കയ്യിൽ നിന്ന് അത്ഭുതം പ്രവർത്തിച്ച് യേശു രക്ഷപ്പെടും. അങ്ങനെ യേശു രക്ഷപ്പെട്ടാൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാമല്ലോ. ഈ ഒരു ചിന്തയാണ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദയെ പ്രേരിപ്പിച്ചത്.
ഈ വഞ്ചനയ്ക്ക് താൻ തിരഞ്ഞെടുത്ത മാർഗമാണ് ചുംബനം. സ്നേഹത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്ത് ദർശിക്കുന്ന ഒന്നാ ചുംബനം. ഇതുതന്നെ യൂദാ തിരഞ്ഞെടുത്തു. മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാണിച്ച് സഹോദരനെ വഞ്ചിക്കുന്ന സ്വഭാവം. ഈ സ്വഭാവം, അതായത് അകത്ത് കത്തിയും പുറത്ത് സ്നേഹവും, പലപ്പോഴും ഈ സ്വഭാവം വിശ്വാസിയായി നാമും കാണിച്ചിട്ടില്ലേ? എങ്കിൽ നാം യൂദയെക്കാൾ ഒട്ടും മോശക്കാരല്ല. ഇതൊക്കെയായിട്ടും കർത്താവ് യൂദയെ വിളിക്കുന്നത് സ്നേഹിത എന്ന. യൂദയെക്കുറിച്ച് മഹാവിരോധ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത് നാശയോഗ്യൻ എന്ന. യോഹന്നാൻ 17:12. ലൂത ഈ പദം ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ശിശുവെന്നാണ്. നഷ്ടപ്പെട്ടു പോയാലും കർത്താവിൽ നിന്ന് അകന്നുപോയാലും യേശു നമ്മെ വിളിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ്. യേശുവിൻ്റെ ഈ വിളിക്ക് നാം എന്ത് പ്രത്യുത്തരം കൊടുക്കും? കർത്താവെ, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടും നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. ആ സ്നേഹത്തിൽ പങ്കുചേരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.